ആദ്യം ഞാൻ ജോസഫ് ബെന്നിയിലേക്ക് പോകുന്നു. ശ്രീ ജോസഫ് ബെന്നി, നമസ്കാരം. തീർച്ചയായിട്ടും വളരെ പെട്ടെന്നൊരു തീരുമാനമുണ്ടാകാൻ കഴിയാത്തൊരു വിഷയം. ആ വിഷയത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളോടുള്ള നിങ്ങളുടെ പ്രതിഷേധം ഞാൻ കണ്ടു, നിങ്ങളുടെ വികാരം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഇതിൽ 4 തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയ ഒരു തീരുമാനം, ഈ കോടതിയിൽ ഇപ്പോൾ സ്റ്റേ ഉണ്ടല്ലോ ഈ ഭൂനികുതി സ്വീകരിക്കുന്നതിന്, ആ സ്റ്റേ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്ന് പറയുന്നതിനെ ഒരു പോസിറ്റീവായി കണ്ടുകൂടെ? ഇത് ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ അതൊരു നിയമപ്രശ്നമായതുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ നമുക്കെതിരെ മറികടക്കാൻ സാധിക്കൂ. ഒരാളെപ്പോലും കുടിയിറക്കില്ല എന്ന് സർക്കാർ പറയുന്നു. ഇനി വഖഫ് ബോർഡ് ഒരാൾക്ക് പോലും നോട്ടീസ് നൽകില്ല. നോട്ടീസ് നൽകിയ 12 പേരിൽ ആർക്കെതിരെയും നടപടിയും ഉണ്ടാവില്ല എന്ന് സർക്കാർ പറയുന്നു. വളരെ പെട്ടെന്ന് സർക്കാരിന് ഇതല്ലാതെ മറ്റെന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുമായിരുന്നത്? ശ്രീ ജോസഫ് ബെന്നി. ഞങ്ങൾ 35 വർഷം ഫറൂഖ് കോളേജിനോട് കേസ് കൊടുത്ത് ആ കേസ് നടത്തി അതിനുശേഷം ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് എന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഫറൂഖ് കോളേജിൻ്റെ നിന്നും വില കൊടുത്ത് വാങ്ങിക്കുന്നത്. അത് ഏറ്റവും കൂടിയ വിലയാണ് ഞങ്ങൾ കൊടുത്ത് വാങ്ങിച്ചത്. 33 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ റവന്യൂ അവകാശങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ 2008 വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ 14 വർഷത്തിന് ശേഷമാണ് 2022 ഞങ്ങൾക്ക് കരമടക്കാനായിട്ട് പറ്റില്ല, 2019 വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 35 വർഷമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു വാങ്ങിയ ഭൂമി, ആ രജിസ്ട്രേഷന് വിലയില്ലാതെ വീണ്ടും ഒരു കമ്മീഷനെ വെക്കുക എന്നുള്ളത് നീതിയല്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടത് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ കേൾക്കാതെ ഞങ്ങൾ 35 വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചിരുന്നതും ഇനിയൊരു കമ്മീഷനെ വെച്ച് ഇത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ പറയുന്നത് ഞങ്ങളെ കുടിയിറക്കില്ല. ഞങ്ങളെങ്ങനെ കുടിയിറക്കണത്? 200 വർഷങ്ങൾക്ക് മേലെയായിട്ട് താമസിച്ചതിൻ്റെ ചരിത്രം ഇവിടെയുണ്ട്. ഫറൂഖ് കോളേജ് പോലീസും പട്ടാളവുമായി വന്നിട്ട് ഞങ്ങളെ കുടിയിറക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ പറയുന്നു ഇനി നോട്ടീസ് തരികയില്ലെന്ന്. നോട്ടീസ് തരുന്നതിൽ എന്താ പ്രസക്തിയുള്ളത്? അതില്ല. പിന്നെ മറ്റ് 12 പേരെ അവർക്കും നോട്ടീസോ അതിലൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തന്നെ. അത് മാത്രമാണ് ഞങ്ങൾക്കുള്ള ശാശ്വതമായ ഒരു പരിഹാരം. അതിന് ഒരു കമ്മീഷൻ വെച്ചു, അതിൻ്റെ പിന്നാലെ പോയി ഞങ്ങളുടെ ആധാരങ്ങൾ വീണ്ടും പരിശോധിക്കുക. അപ്പം ഞങ്ങൾ കോടിക്കണക്കിന് രൂപ പല ഘട്ടങ്ങളിലായി, അതായത് എൻ്റെ ആധാരം തന്നെ മറിച്ച് വിൽക്കുന്ന സമയത്ത് 5ഉം 10ഉം പ്രാവശ്യങ്ങൾ തന്നെ ഇവിടെ മറിച്ച് വിറ്റ പലരുണ്ട്. അവരുടെ അടുത്തെല്ലാം നികുതി പണം വാങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തുകയല്ല. ആ ആധാരത്തിന് പുല്ലുവിലയുണ്ടോ? ഞങ്ങളുടെ അവകാശത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീണ്ടും ഒരു പരിശോധന ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ നന്നായിട്ട് അറിയാം. ആ ആശങ്ക നമുക്ക് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവ് അവിടെ കിടക്കുന്നു. പ്രദേശവാസികൾ 5 പേർ നൽകിയ മറ്റു ചില ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. സർക്കാരിന് നാളെ നിങ്ങളുടെ കരം സ്വീകരിക്കുക സാധ്യമല്ലല്ലോ നേരിട്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് തീരുമാനിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെതിരായി നിങ്ങളുടെ കരം സ്വീകരിക്കുക സാധ്യമല്ലല്ലോ. അതൊരു നിയമപോരാട്ടമാണല്ലോ. ആ നിയമപോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വരും. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫിൻ്റെ ബില്ലിൽ നിന്നത് ഒഴിവാക്കണമെങ്കിൽ, വഖഫിൻ്റെ ആസ്തിയിൽ നിന്നത് ഒഴിവാക്കണമെങ്കിൽ അതൊരു നിയമത്തിലൂടെ മാത്രമല്ലേ സാധ്യമാവൂ, അഥവാ നിയമ പോരാട്ടത്തിലൂടെയല്ലേ സാധ്യമാവൂ. അത് കോടതിയിൽ നമുക്ക് പറയണം. കാര്യം വഖഫിൻ്റെതല്ലെന്ന് പറയാൻ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന്, ഇത് നിബന്ധനകൾ പ്രകാരം സിദ്ദിഖ് സേട്ട് ഫറൂഖിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിബന്ധനകൾ വെച്ചാൽ ആ നിമിഷം തന്നെ ഇത് വഖഫ് അല്ലാതായി മാറും എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അതിനകത്ത് വഖഫ് എന്ന് എഴുതി ചേർന്നതുകൊണ്ട് വിലയാധാരമായി നൽകുന്ന ഒരു ഭൂമി വഖഫ് ഭൂമിയാവില്ല, അഥവാ അത് വഖഫ് ആധാരവുമാവില്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കോടതി വഴി നമുക്ക് സ്ഥാപിച്ച് കിട്ടണം. അതിന് സർക്കാരിൻ്റെ പരിമിതിയില്ലേ ജോസഫ് ബെന്നി? ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കരമടയ്ക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തീർക്കാം. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുക, അതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ജോസഫ്? അല്ല, അവിടെ ഒരു പ്രശ്നമുള്ളത് 2022 ഈ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ നിഷേധിച്ചു. ഗവൺമെൻറ് ഞങ്ങൾക്ക് കരമടക്കാൻ ഓർഡർ തരുന്നു. ആ കരമടക്കാൻ ഓർഡർ തന്നത് വഖഫ് പ്രോപ്പർട്ടിക്ക് കരമടക്കാൻ വേണ്ടിയിട്ടാണ്.
അതവിടെ ഒന്നാമത്തേത് ഞങ്ങൾക്ക് പറ്റിയ ഒരു ചതിയാണ്. 2, അതിനുശേഷം ഞങ്ങൾ കൊടുത്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ബഹുമാനപ്പെട്ട ജഡ്ജി TR രവി ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓർഡർ ഇട്ടു. പക്ഷേ എങ്ങനെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് വെക്കേറ്റ് ചെയ്തത്? ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തത് വഖഫ് ബോർഡ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞ് അഫിഡാവിറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ്. അതെ, അതിന് കാരണമായി തീർന്നതോ ഞങ്ങൾക്ക് കരമടക്കാനായിട്ട് വഖഫ് പ്രോപ്പർട്ടിക്കാണ് ഗവൺമെൻറ് കരമടക്കാൻ തന്നത്. അതും അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചത്? ഞങ്ങളുടെ നീതി നിഷേധപ്പെട്ടത്, ഞങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കരമടക്കലല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് അന്ന് എങ്ങനെയാണോ ഡിവിഷൻ ബെഞ്ച് അഫിഡാവിറ്റ് വഖഫ് ബോർഡ് കൊടുത്തത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നുള്ള മാറ്റം വന്നിരിക്കുന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് അഫിഡാവിറ്റ് കൊടുത്താൽ മതി. ഞങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ കൊടുത്താൽ തീരാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് ജോസഫ് പറയുന്നത്. അതെ, അങ്ങനെയാണ് ഇത് ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവകാശങ്ങളും നിഷേധിച്ചത്. അതെ, നിങ്ങളുടെ കരമൊടുക്കാൻ കഴിയില്ല ഈ അഫിഡവിറ്റിന്റെ പുറത്താണ്. പക്ഷേ ഇപ്പോൾ സർക്കാരിന് വഖഫിനോട്, കാര്യം വഖഫ് ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആണല്ലോ, പക്ഷെ അവിടെയും സർക്കാരിന് പറയാൻ കഴിയുക നിങ്ങൾ ഇനി നോട്ടീസ് സെർവ് ചെയ്യരുത്, കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം വരുന്നതുവരെ കോടതിയിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് എനിക്കൊരു സംശയമുള്ളത്. വഖഫ് ബോർഡ് കോടതിയുടെ മുൻപിൽ ഇത് തങ്ങളുടെ പ്രോപ്പർട്ടി അല്ല എന്നു പറഞ്ഞുകൊണ്ട്, അഥവാ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ക്ലെയിം ഇല്ല, ഇത് ഞങ്ങളുടെ വഖഫിൻ്റെ ആസ്തിയിൽ നിന്ന് ഒഴിവാക്കാം എന്നൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ വഖഫ് ബോർഡിനെ സമ്മർദ്ദം ചെലുത്തുകയോ സർക്കാർ വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടുകയോ വേണം എന്നതല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ, തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ ഇതിലൊരു നിയമവശം കൂടി എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. Debate with Dr. Arun Kumar.